ഈ ആയത്തിൽ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധികം ആളുകളും ആഗ്രഹിക്കുന്നു, ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങളുടെ സത്യവിശ്വാസത്തിനു ശേഷം നിങ്ങളെ അവർക്ക് അവിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ, ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ, അസൂയ നിമിത്തം, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് യഥാർത്ഥം വ്യക്തമായിട്ടുള്ളതിനു ശേഷം, ഫഅഫു വസ്ഫഹു, എന്നാൽ നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു കൊള്ളുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, വേദക്കാരിൽ നിന്ന് അധികം ആളുകളും നിങ്ങളുടെ സത്യവിശ്വാസത്തിനു ശേഷം നിങ്ങളെ അവർക്ക് അവിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ അഹ്ലുൽ കിതാബിൽപ്പെട്ട അധികം ആളുകളും നിങ്ങളെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസം ഒഴിവാക്കി അവിശ്വാസികളായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുന്നു. അതായത് ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് യഥാർത്ഥം വ്യക്തമായിട്ടുള്ളതിനു ശേഷം അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ. അപ്പോ ഇവിടെ വിശ്വാസികളുടെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടുന്ന നിലപാടും വേദഗ്രന്ഥം നൽകപ്പെട്ടു എന്ന ഒരൊറ്റ കാരണത്താൽ അല്പം ശ്രേഷ്ഠത നേടിയെടുത്തിട്ടുള്ള അഹ്ലുൽ കിതാബിന്റെ നിലപാടും, ആ രണ്ട് നിലപാടും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ ഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് പറയുന്നത് കൊണ്ടോ പേരിന് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ ആളുകളാകുന്നു എന്ന് പറയുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അവർക്ക് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത്. വിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നേടിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ആ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. വദ്ദ കസീറുൻ, ഈ ആയത്ത് അതിന്റെ പാരായണ നിയമം ഒന്ന് ശ്രദ്ധിക്കുക. വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ വദ്ദ കസീറുൻ മിൻ, അവിടെ കസീറുൻ തൻവീനു ശേഷം മീമാണ് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട്, ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി മിൻ, അവിടെ വീണ്ടും സുക്കുനായ നൂനാണ്, ശേഷം ഹംസയാണ്, ഇദ്ഹാർ ചെയ്തുകൊണ്ട് ഓതുക. മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ
യഗുദ്ദൂനകും മിൻ, ഇവിടെ സുക്കൂനായ മീമിന് ശേഷം മീമാണ് അവിടെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. ലൗ യഗുദ്ദൂനകും മിൻ ബഅദി, വീണ്ടും സുക്കൂനായ നൂനിന് ശേഷം ബ വന്നിട്ടുണ്ട്. അവിടെ ഇഖ്ലാബിന്റെ നിയമമാണ്. അതായത് നൂനിനെ മീമായി ഉച്ചരിക്കുക. മിൻ ബഅദി ലൗ യഗുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, അവിടെ സുക്കൂനായ മീമിന് ശേഷം കാഫാണ്, മണിക്കാൻ പാടില്ല. മിൻ ബഅദി ഈമാനികും കുഫാറ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, ഹസദൻ മിൻ അവിടെ തൻവീനിന് ശേഷം മീമാണ്. ഹസദൻ മിൻ ഇൻദി, അപ്പോ തൻവീന് ശേഷം മീമാണ്. അവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. ശേഷം വീണ്ടും സുക്കൂനായ നൂനിന് ശേഷം ഐന് വന്നിട്ടുണ്ട്. അവിടെ ഇദ്ഹാറിന്റെ നിയമമാണ്. മിൻ ഇൻദി, അവിടെ സുക്കൂനായ നൂന് വീണ്ടും ഇൻദി, അതിനുശേഷം ദാലാണ് അക്ഷരം. ഇഖ്ഫാഇന്റെ നിയമമാണ്. അതായത് മറച്ച് മണിച്ച് ഓതുക. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, സുക്കൂനായ നൂനിന് ശേഷം ഫ, ഇഖ്ഫാഇന്റെ നിയമം തന്നെ. അവിടെയും മറച്ച് മണിച്ചോതുക. അൻഫുസിഹിം മിൻ ബഅദി, വീണ്ടും സുക്കൂനായ മീമിന് ശേഷം മീമ് അത് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുക. അൻഫുസിഹിം മിൻ ബഅദി, ഇവിടെ സുക്കൂനായ നൂനിന് ശേഷം ബ ആണ്. അവിടെ ഇഖ്ലാബ് ചെയ്തുകൊണ്ട് ഓതണം. അതായത് നൂനിനെ മീമാക്കി ഉച്ചരിച്ചുകൊണ്ട്. മിൻ ബഅദി, അവിടെ അങ്ങനെ നൂനിനെ മീമാക്കി ഉച്ചരിക്കുമ്പോൾ മണിക്കുകയും വേണം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവിടെ ഹഖ് ഖാഫ് വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഷദ്ദുള്ള ഖാഫാണ്. അപ്പോ മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യണം. ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, ഫഅഫു വസ്ഫഹു, രണ്ട് സ്ഥലത്തും സാധാരണ നിലക്കുള്ള ദീർഘമാണ്. ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, حتى يأتي الله بأمره إن الله على كل شيء قدير إن الله على كل شيء على عين صدق إن الله على كل شد لامان شمانيكان بارد إن الله على كل شيء قدير شيء قدير ഇഖ്ഫാഇന്റെ നിയമമാണുള്ളത്. അപ്പോൾ അവിടെ മറച്ച് മണിച്ചോദനം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ വദ്ദ എന്ന് പറഞ്ഞാൽ മോഹിച്ചു എന്നർത്ഥം. വദ്ദ മോഹിച്ചു.
വദ്ദ മോഹിച്ചു. വദ്ദ യവദ്ദു ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലൗ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ ഒക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാ യവദ്ദുൽ ലദീന തുടങ്ങി വദ്ദ യവദ്ദു. അപ്പോ വദ്ദ എന്ന് പറഞ്ഞാൽ മോഹിക്കുക, ആഗ്രഹിക്കുക. വദ്ദ യവദ്ദു അതാണ് അതിന്റെ മുവാരി. അതിന്റെ മസ്ദറായി വരുന്നത് പല രൂപത്തിൽ വരും. അതിൽ വദ്ദുൻ അല്ലെങ്കിൽ വുദ്ദുൻ, വിദ്ദുൻ അല്ലെങ്കിൽ വദാദത്ത് തുടങ്ങിയ മസ്ദറുകളൊക്കെ അതിന് കാണാം. അപ്പോൾ മോഹം എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പോൾ വദ്ദ യവദ്ദു വദ്ദ യവദ്ദു വുദ്ദുൻ. അപ്പോൾ വദ്ദ മോഹിച്ചു. വദ്ദയുടെ തസ്രീഫ് സർഫ് എങ്ങനെ വരിക? വദ്ദ വദ്ദ വദ്ദു വദ്ദത്ത് വദ്ദത വദദ്ന എന്നാണ്. അതാണ് വദദ്ന. വദത്ത വദത്തുമ വദത്തും വദത്തി വദത്തുമ വദത്തുന്ന വദത്തു വദദ്ന. ഇങ്ങനെയാണ് അതിന്റെ സർഫ് വരിക. വദ്ദ വദ്ദ എന്ന് പറഞ്ഞാൽ മോഹിച്ചു. ഇവിടെ വദ്ദ എന്ന ഫിയല് മാവിയാണ് അല്ലെ? ഫിയല് മാവി. ഫിയല് മാവി മബ്നിയുൻ അലൽ ഫത്ഹ്. കസീറുൻ ഫിയല് മാവി മബ്നിയുൻ അലൽ ഫത്ഹ്. വദ്ദ കസീറുൻ. കസീറുൻ എന്ന് പറഞ്ഞാൽ അധികം ആളുകൾ. അധികം ആളുകൾ. ഇവിടെ മോഹിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് കസീറാണ്. അധികം ആളുകളും മോഹിക്കുന്നു. കസീറുൻ എന്ന് പറഞ്ഞാൽ അധികം ആളുകൾ, അധികമുള്ളത്. അതിന്റെ ഓപ്പോസിറ്റാണ്, അതിന്റെ വിദ്ദാണ് ഖലീലുൻ, കുറച്ച്. അതാണ് കുറച്ച് എന്ന് പറയുന്നത്. മബ്നിയുൻ അലൽ ഫത്ഹി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ക്ലാസ്സിൽ ഏകദേശം ഒരു വർഷത്തോളായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്ഥിരമായി നമ്മൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാകും. ഏതായാലും ഒന്നുകൂടി പറയാം. മബ്നിയുൻ അലൽ ഫത്ഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ മാറ്റം വരാത്തത് എന്നർത്ഥമാണ്. മബ്നിയുൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് അവസാനത്തിൽ മാറ്റം വരാത്തത്. അവസാനത്തിൽ മാറ്റം വരുന്നതിന് മുഅറബ് എന്ന് പറയും. മുഅറബ്. ഒരു കസീറുൻ എന്ന് പറഞ്ഞല്ലോ, കസീറൻ എന്നാവാം, കസീരിൻ എന്നാവാം. സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ അവസാനത്തിൽ മാറ്റങ്ങൾ വരും. അതിന് മുഅറബ് എന്ന് പറയും. മബ്നി എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്തത്. വദ്ദ എപ്പോഴും വദ്ദ തന്നെ. അത് വദ്ദീന്നോ വദ്ദു എന്നോ ആവില്ല. ഏത് ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും അതിന് മാറ്റം വരില്ല. വദ്ദ ഫിഅൽ മാദി ആയി നിൽക്കുന്ന സന്ദർഭത്തിൽ അത് വദ്ദ എന്ന ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അതായത് ഫിഅൽ മാദിയാണ്, അത് മുദക്കറാണ്, അതോടൊപ്പം മുഫ്രദാണ്, ഗായിബാണ്, അതിന്റെ ആ സ്ഥാനത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ വദ്ദ എപ്പോഴും വദ്ദ തന്നെ. വദ്ദക്ക് മാറ്റം ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് അത് ഫത്ഹിലാണ് നമ്മൾ കാണുന്നത്. വദ്ദ അല്ലെ, വദ്ദ എന്നത് ഫത്ഹിലാണ്. അതുകൊണ്ടാണ് അതിന് മബ്നിയൻ അലൽ ഫത്ഹി എന്ന് പറയുന്നത്. വദ്ദ കസീറുൻ, 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 വദ്ദ കസീറുൻ, ധാരാളം ആളുകൾ. ഇവിടെ ഇത് ഈ വദ്ദ മോഹിച്ചു എന്ന ഈ പ്രവൃത്തി ചെയ്യുന്നത് കസീറാണ്. അതുകൊണ്ട് അതിന് ഫായിലാണ്. അപ്പോൾ കസീറുൻ എന്നത് ഫായിലാകുന്നു. ഈ സന്ദർഭത്തിൽ ഫായിലായിട്ടാണ് വരുന്നത്. ഫായില് മർഫു ആണ്. ഫായില് മർഫു ആകുന്നു. അതായത് കസീറുൻ റഫ്ഉ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വദ്ദ കസീറുൻ, കസീറൻ എന്നല്ല. നസ്ബിന്റെയോ അല്ലെങ്കിൽ കസീരിൻ എന്ന് പറയുന്ന ജറിന്റെയോ സ്വഭാവത്തിലല്ല. കസീറുൻ ഫായിൽ എപ്പോഴും എന്തായിരിക്കും? അത് മർഫു ആയിരിക്കും. ഫായില് മർഫു ആയിരിക്കും. അപ്പോൾ കസീറുൻ എന്നത് ഫായില് മർഫു ആകുന്നു. വമ്മ് നൽകിക്കൊണ്ടുള്ള റഫ്ഉ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഫായില് കസീറുൻ ഫായില് മർഫു ആകുന്നു. വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി, മിൻ അഹ്ലിൽ കിതാബി. അപ്പോൾ വദ്ദ മോഹിച്ചു, മോഹിക്കുന്നു. കസീറുൻ വദ്ദ ഇവിടെ മോഹിക്കുകയാണ് എന്നൊക്കെ അർത്ഥം പറയാം. മോഹിക്കുകയാണ് വദ്ദ. നേരെ മുബാരിന്റെ അർത്ഥമല്ല. എന്നാൽ അത് പിന്നെ വദ്ദ എന്ന് പറയുന്നത് മാവിയാണ്, മോഹിച്ചു എന്നാണ്. ഇവിടെ മോഹിക്കുകയാണ് എന്നൊക്കെ അർത്ഥം പറയാം. കസീറുൻ ധാരാളം ആളുകൾ മോഹിക്കുന്നു അല്ലെങ്കിൽ മോഹിക്കുകയാണ്. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലിൽ കിതാബിൽ നിന്ന്, വേദക്കാരിൽ നിന്ന്. മിൻ അഹ്ലിൽ കിതാബി, മിൻ എന്നതിവിടെ ഹർഫ് ജർ, മിൻ ഹർഫ് ജറാണ്. ജറിന്റെ ഹർഫിൽപ്പെട്ടതാകുന്നു മിൻ. അപ്പോൾ മിൻ ഹർഫ് ജറാണ്. കസീറുൻ മിൻ അഹ്ലിൽ കിതാബി. അഹ്ലുൽ കിതാബ് ഖുർആനിൽ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. അഹ്ലുൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബി, അഹ്ലുൽ കിതാബി എന്താണ് അതിന്റെ അർത്ഥം? ഗ്രന്ഥത്തിന്റെ ആളുകൾ. അഹ്ല് എന്ന് പറഞ്ഞാൽ അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നർത്ഥം. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ആളുകൾ. അങ്ങനെ അഹ്ല് എന്ന് പറയുന്നത് വക്താക്കൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അഹ്ല് അതാണ്. അപ്പൊ അതിന്റെ ബഹുവചനമായി സാധാരണ പറയാറുള്ളത് അഹാലിൻ, അഹാലിൻ എന്നാണ് പറയാറുള്ളത്. അതിന്റെ ബഹുവചനമായിട്ട് അഹാലിൻ എന്നാണ് പറയാം. അപ്പോ അഹ്ല് വക്താക്കൾ, അൽ കിതാബ് കിതാബിന്റെ വക്താക്കൾ, ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ അഹ്ലുൽ കിതാബ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? മുദാഫ് മുദാഫ് ഇലൈഹിയാണ് അല്ലെ? മുദാഫ് മുദാഫ് ഇലൈഹി. മുദാഫ് മുദാഫ് ഇലൈഹിയാണ്. അപ്പോൾ അതിന്റെ മുദാഫ് മുദാഫ് ഇലൈഹി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോ അതിന്റെ അർത്ഥം വരുന്നത് ഈ രൂപത്തിലാണ്, കിതാബിന്റെ ആളുകൾ. അപ്പോ ഇവിടെ അഹ്ല് എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്. മിൻ എന്ന ഹർഫ് ജർ അതിന്റെ മുമ്പിൽ വന്നതുകൊണ്ട് അഹ്ലുൽ കിതാബ് എന്നത് അഹ്ലി എന്നായി മാറുന്നു. അത് ഇസ്മ മജ്റൂറാണ്. ഇസ്മ മജ്റൂറാണ്.
മിൻ എന്നത് ഹർഫ് ജർ ആയതുകൊണ്ട് അതിനുശേഷം വരുന്ന ഇസ്മ അഹ്ലി. മിൻ എന്ന ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ അഹ്ലു, അത് അഹ്ലി എന്നായി മാറാനുള്ള കാരണം അത് ഇസ്മ മജ്റൂറായി മാറുന്നത് കൊണ്ടാകുന്നു. അപ്പോ മിൻ അഹ്ലിൽ കിതാബി. മനസ്സിലായല്ലോ? ഇവിടെ അൽ കിതാബ് മുദാഫ് ഇലൈഹിയാണ്. അൽ കിതാബി എന്ന് പറയുമ്പോൾ മുദാഫ് ഇലൈഹി ഇപ്പോഴും എന്തായിരിക്കും? ജർ ചെയ്യപ്പെടും. അതുകൊണ്ടാണത് കിതാബി എന്നാവാനുള്ള കാരണം. മുദാഫ് ഇലൈഹി ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതെപ്പോഴും ജർ ചെയ്യപ്പെടും. അതിവിടെ കസ്ർ നൽകിക്കൊണ്ടാണ് അത് ജർ ചെയ്യപ്പെടുന്നത്. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا. لو يردونكم. ലൗ എന്നത് ഒരു ഹർഫാണ്. രണ്ട് രൂപത്തിലാണ് ലൗ സാധാരണ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഷർത്തിന് വേണ്ടി, മറ്റൊന്ന് മസ്ദരിയായിട്ടുണ്ട്. ഇവിടെ അത് മസ്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഹർഫ് മസ്ദരി, അതായത് അൻ എന്നതിന്റെ സ്ഥാനത്തായിട്ടുള്ള ലൗ ആണ്. നമ്മുടെ മുമ്പ് അൽ ബലാഗയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടത്. അൻ എന്നതിന്റെ സ്ഥാനത്ത് വരുന്ന ലൗ ആണ് പറയുന്നത്. വദ്ദ എന്നതിന്റെ കൂടെ ആണ് സാധാരണ അത് അധികവും വരാറുള്ളത്. ഹർഫ് മസ്ദരിയായി വരുന്ന ലൗവിന് ശേഷം അധികവും ഉപയോഗിക്കാറുള്ളത് വദ്ദ എന്ന ഫിഅല് തന്നെയാണ്. അപ്പോ വദ്ദക്ക് ശേഷമാണ് സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്. വദ്ദ യവദ്ദു എന്നതിന് അല്ലെങ്കിൽ യവദ്ദു, അതിന് മുദാരിയായിരുന്ന യവദ്ദു, അതിനു ശേഷമാ വരുന്ന ഈ ലൗ അത് മസ്ദരിയായിട്ട് അൻ യറുദ്ദൂനക്കും എന്ന അർത്ഥത്തിലാണ് വരിക. അൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ മടക്കുവാൻ എന്നർത്ഥം. ഇവിടെ മടക്കിയെങ്കിൽ എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കപ്പെടുന്നു. ഇവിടെ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധികം ആളുകളും മോഹിക്കുകയാണ്. ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ മടക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ മടക്കിയെങ്കിൽ, മിൻ ബഅദി ഈമാനിക്കും കുഫാറ, നിങ്ങളുടെ ഈമാനിന് ശേഷം കുഫാറൻ, അവിശ്വാസികളായി. അപ്പോ ഇവിടെ ലൗ എന്നത് ഹർഫ് മസ്ദരിയാണ്. യറുദ്ദൂനക്കും,
യറുദ്ദൂനക്കും. യറുദ്ദൂനക്കും എന്ന് പറയുമ്പോൾ ലൗ യറുദ്ദൂനക്കും, അവർ നിങ്ങളെ മടക്കുവാൻ അല്ലെങ്കിൽ മടക്കിയെങ്കിൽ കൊള്ളാം എന്ന അർത്ഥമാണ് അതിനുള്ളത്. റദ്ദ എന്ന ഫിയലിൽ നിന്ന് റദ്ദ യറുദ്ദു, റദ്ദ മടക്കി, യറുദ്ദു മടക്കുന്നു. റദ്ദുൻ എന്നാണ് മടക്കം എന്നത്. റദ്ദ യറുദ്, റദ്ദുൻ, റദ്ദ മടക്കി. ഫിഅൽ മാദിയാണ്, അതിന്റെ മുദാരിയാണ് യറുദ്. റദ്ദുൻ മടക്കം. യറുദ്ദു ലൗ യറുദ്ദൂനക്കും, യറുദ്ദൂന, യറുദ്ദൂന, അതിന്റെ കൂടെ കും. യറുദ്ദൂന അവർ മടക്കുന്നു എന്നർത്ഥം. റദ്ദ യറുദ്ദു, യറുദ്ദൂന അവർ മടക്കുന്നു. യറുദ്ദൂന എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ എന്തായിരിക്കും? എങ്ങനെയാണ് അതിന്റെ സീഗയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? യറുദ്ദൂന. ജംഅ് മുദക്കർ ഗായിബ അല്ലെ? ജംഅ് മുദക്കർ ഗായിബ. അപ്പൊ ഇവിടെ ലൗ എന്നത് ഇവിടെ വന്നപ്പോ സാധാരണ അന്നാണ് ഇവിടെ വന്നതെങ്കിൽ, അൻ, ലൗ എന്നതിന് പകരം അൻ എന്ന ഒരു ഹർഫാണ് വന്നതെങ്കിൽ അൻ യറുദ്ദൂക്കും എന്നാണ് വരിക. എന്താ? അൻ യറുദ്ദൂക്കും. കാരണം നസ്ബ് ചെയ്യപ്പെടും. ഫിഅൽ മുദാരി നസ്ബ് ചെയ്യപ്പെടും. അന്നിന് ശേഷം വരുന്ന ഫിഅൽ മുദാരി നസ്ബ് ചെയ്യപ്പെടും. നസ്ബ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അൻ യറുദ്ദൂന എന്നുള്ളതിന്റെ നൂന് ഹദ്ഫ് ചെയ്തുകൊണ്ട് അൻ യറുദ്ദൂ എന്നായി മാറും. അൻ യറുദ്ദൂ. പക്ഷെ ലൗ എന്നതിന് അത് ഹർഫ് മസ്ദരിയാണ്. പക്ഷേ അത് എന്ത് ചെയ്യില്ല? നസ്ബ് ചെയ്യുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ ലൗ ഇവിടെ അൻ യറുദ്ദൂക്കും എന്നതിന് പകരം ലൗ യറുദ്ദൂനക്കും. ലൗ യറുദ്ദൂനക്കും. കും എന്നുള്ള ഇവിടെ നിങ്ങളെ എന്നർത്ഥം. കും എന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് അല്ലെ? ളമീർ മബ്നിയൻ അല സുകൂനി ഫീ മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി. കും എന്ന് പറയുമ്പോൾ ളമീറാണ്, മബ്നിയൻ അല സുകൂനാണ്. സുകൂനിൽ അത് മബ്നിയാണ്. കും എന്നത് കുമ എന്നോ കുമു എന്നൊന്നും ആവില്ല. അത് കും എന്ന് വന്നാല്
കും എന്നത് ലമീർ സുക്കൂനിൽ മബ്നിയാണ്. പക്ഷേ യറുദ്ദൂനക്കും നിങ്ങളെ മടക്കുവാൻ എന്ന അർത്ഥത്തിലായതുകൊണ്ട് അത് മഫ്ഊൽ ബിഹിയാണ്. മഫ്ഊൽ ബിഹി സാധാരണ മൻസൂബാണ്. പക്ഷേ നസ്ബിന്റെ അടയാളം നൽകാൻ ഇവിടെ സാധിക്കൂല, കാരണം കും എന്നത് മബ്നി ആയതുകൊണ്ട്. അപ്പൊ ലൗ വന്നാൽ നൂന് വരും. അതെ, സാധാരണ ഫിയൽ മുദാരിക്ക് നൂന് വരും എന്നല്ല അതിന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഒറിജിനൽ ഫോം നൂനുണ്ട്, യറുദ്ദൂന എന്നാണ്. ആ യറുദ്ദൂനക്ക് ലൗ മുമ്പിൽ വന്നാൽ മാറ്റം വരില്ല. അപ്പോ ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. റദ്ദ യറുദ്ദു എന്നാണ് അതിന്റെ പേര്. റദ്ദ യറുദ്ദു. ഇവിടെ അന്ന് അതിന് മുമ്പിൽ വരികയാണ്. ഇത് അൻ യറുദ്ദു എന്നുള്ളതിന് പകരം അൻ യറുദ്ദ എന്നായി മാറും. എന്താ വായിക്കത്? അൻ യറുദ്ദ. അന്ന് വന്നാൽ നസ്ബ് ചെയ്യപ്പെടും. എന്നാൽ ഇതന്നെ ലവ് വന്നാലോ ലവ് യറുദ്ദ എന്നാവില്ല, ലവ് യറുദ്ദു എന്നാവും. ലവ് യറുദ്ദു അന്നിന്റെ സ്ഥാനത്താണ് ലവ് വന്നതെങ്കിലും അന്നിന്റെ ആ ഫേലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ലവ് ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. അതുപോലെ യറുദ്ദു അതിന്റെ ജംഇന്റെ രൂപമാണ് യറുദ്ദൂന. അപ്പൊ അൻ വരുമ്പോ യറുദ്ദു എന്നായി മാറും. അൻ യറുദ്ദു. അൻ യറുദ്ദു എന്നാവും. എന്നാൽ അത് ലവ് ആണെങ്കിൽ യറുദ്ദു. കാരണം യറുദ്ദൂന എന്നത് അതിലുണ്ട്. ഒറിജിനലി യറുദ്ദൂനയാണ്. കാരണം യറുദ്ദൂന. അപ്പോ അവിടെ അന്ന് വരുമ്പം ആ നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോവാണ്. ലവ് വരുമ്പോ അത് നഷ്ടപ്പെടൂല എന്നർത്ഥം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. وَوَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا. مِّن بَعْدِ ഈമാൻ. മിൻ അത് ഹർഫ് ജർ. നേരത്തെ പറഞ്ഞതുപോലെ മിൻ ഹർഫ് ജർ. മിൻ ബഅദി ഈമാനിക്കും. ബഅദ് എന്ന് പറഞ്ഞാൽ ബഅദ, ഫൗഖ തുടങ്ങിയ ഒക്കെ എന്താണ്? വർഫുകളിൽപ്പെട്ടതാണ്. വർഫ് സമാനുകളിൽപ്പെട്ടതാണ്. മിൻ ബഅദി എന്നതിന് സാധാരണ ഇസ്മ വർഫിയാണ്. ഒരു ഇസ്മാണ്, വർഫിയായി വരുന്ന ഒരു ഇസ്മാണ്. കാരണം എല്ലാ വർഫുകളും ഇസ്മിൽപ്പെട്ടതാണ്. അത് മജ്റൂറാകുന്നു. ഇസ്മ ഇവിടെ മജ്റൂറാകുന്നു. കാരണം അതിന് മുമ്പിൽ മിൻ വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് മിൻ ബഅദി എന്നാവുന്നത്. സാധാരണഗതിയിൽ ബഅദ അല്ലെങ്കിൽ ഫൗഖ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ഖബല തുടങ്ങിയിട്ടുള്ള വർഫുകള് അതിനുശേഷം മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ് പറയാം. ശേഷം എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്തിനു ശേഷം? ഇവിടെ പറഞ്ഞ് ബഅദ ഈമാനിക്കും. ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം. ബഅദൽ വഖ്തി, സമയത്തിന് ശേഷം. ബഅദ ത്വആമി, ഭക്ഷണത്തിന് ശേഷം. എന്തെങ്കിലും ഒന്നിന് ശേഷമാട്ടോ എന്നാണല്ലോ പറയാം. അല്ലാതെ വെറും ശേഷം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇളാഫത്ത് ചെയ്തപ്പെട്ടുകൊണ്ടാണ് ബഅദ വരാറുള്ളത്. ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മിൻ അതിനു മുമ്പിൽ വന്നതുകൊണ്ട് ബഅദ് എന്നത് ബഅദി എന്നാകുന്നു. പിന്നെ ആ ബഅദ് ഏതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്? ഈമാനിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മിൻ ബഅദി ഈമാനിക്കും. സാധാരണ ഈമാനുൻ, ഈമാനുൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എന്നത് ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം. ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം.
ഇവിടെ ഈമാനിക്കും എന്നാവാനുള്ള കാരണം എന്താണ്? ഈമാനി എന്നാ ഈമാനുക്കും എന്നത് ഈമാനിക്കും എന്നാവാനുള്ള കാരണം എന്താണ്? പറയാം ആരെങ്കിലും? ആരെങ്കിലും ഒരാൾ ആൻസർ പറയാം. എന്താണ്? മുളാഫ് ഇലൈഹി മജ്റൂറാണ്, അതുകൊണ്ടാണ്. മുളാഫ് ഇലൈഹി ആയതുകൊണ്ടാണ്. മുളാഫ് ഇലൈഹി അത് മജ്റൂറാകുന്നത് കൊണ്ടാണ് എന്താവുന്നത്? ഈമാനി എന്നാകുന്നത്. ബഅദി ഈമാനി, ഈമാനിന് ശേഷം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണത് പിന്നെ ഈമാനി എന്നാകാനുള്ള കാരണം. ഇവിടെ ഈമാന് ഇവിടെ എന്താണ്? മുളാഫ് ഇലൈഹി ആണ് അല്ലെ? ഈമാൻ അതായത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ നിങ്ങൾ കാണും, അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ലു. നേരത്തെ ബഅദ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മിൻ ബഅദു എന്നാ പറയാം. അവിടെ ഖബ്ലു എന്നതിന് പകരം ബഅദ് ആണെങ്കിൽ മിൻ ബഅദു എന്നാണ് പറയാം. അതായത് ഇദാഫത്ത്, അതിന് ശേഷം ഇദാഫത്ത് ചെയ്യാനൊന്നുമില്ലെങ്കിൽ, അതിന് ശേഷം ഇലാഫത്ത് ചെയ്യാനൊന്നുമില്ല എന്ന് വിചാരിക്കാം. ബഅദക്ക് ശേഷം ഒന്നുമില്ല എന്ന് വിചാരിക്കാം. ആ ബഅദ് അവസാനിപ്പിക്കപ്പെടുന്നത് ബഅദു എന്ന് പറഞ്ഞിട്ടാണ്. അത് മിൻ ബഅദി എന്ന് പറയില്ല. അതവിടെ മബ്നിയായി മാറുക ചെയ്യും. ഇവിടെ മിൻ ബഅദി ഈമാനിക്കും, ഈമാന് ഇവിടെ മുളാഫ് ഇലൈഹി മജ്റൂറാണ്. കും എന്നത് ഇവിടെ എന്താണ്? ഇവിടെ വരുന്ന കും ഈമാനിക്കും, നിങ്ങളുടെ ഈമാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ളമീർ മുളാഫ് ഇലൈഹിയാണ്. ളമീറുൻ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി. മുളാഫ് ഇലൈഹിയായി വരുന്നു. അത് ജറിന്റെ സ്ഥാനത്താണ്. മുളാഫ് ഇലൈഹി എപ്പോഴും മജ്റൂറായിരിക്കും, ജർ ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ കും എന്നത് മബ്നി ആയതുകൊണ്ട്, അതിന്റെ അവസാനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് അതിന് ജറിന്റെ അടയാളം നൽകുന്നില്ല എന്ന് മാത്രം. وَوَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُمْ مِنْ بَعْدِ إِيمَانِكُمْ كُفَّارًا. അപ്പോൾ ഇവിടെ ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ മടക്കുവാൻ എന്ന് പറഞ്ഞതിൽ എന്താക്കി മടക്കാനാണ്? നിങ്ങളെ മടക്കാനാണ്. അപ്പം നിങ്ങളവിടെ മഫ്ഊൽ ബിഹിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്ന കുഫാറൻ, അവിശ്വാസികളായിക്കൊണ്ട്, അല്ലെ? അവിശ്വാസികളായി മടക്കാനാണ്. കുഫാർ എന്ന് പറഞ്ഞാൽ കാഫിർ, അവിശ്വാസി. കുഫാർ ഫുആല് വസ്ന. കാഫിർ, കാഫിറൂന. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസി എന്നർത്ഥം ആണ് നമ്മൾ സാങ്കേതികമായി അതിന് നൽകാറുള്ളത്. കഫറ യക്ഫുറു. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ് അതിന്റെ ഭാഷയിലെ അർത്ഥം. യക്ഫുറു മറച്ചു വെക്കുന്നു. അങ്ങനെ മറച്ചു വെക്കുന്നവൻ കാഫിറുൻ. ഫാഇൽ വസ്നിൽ കാഫിറുൻ എന്നാണ്.
അതിന്റെ ബഹുവചനം സാധാരണ കാഫിറൂന, കാഫിറൂന അവിശ്വാസികൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ കുഫാർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നുകൂടി അതിന്റെ മുബാലഗത്ത്, ആധിക്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രൂപമാണ് കുഫാർ. കുറച്ചുകൂടി അതിന്റെ മുബാലഗത്ത് കാണിക്കാൻ വേണ്ടി, അതിന്റെ ആധിക്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. കുഫാർ. അപ്പൊ കുഫാർ എന്ന് പറയുമ്പോൾ അത് ഇവിടെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വരുന്നത്. മഫ്ഊൽ ബിഹി സ്ഥാനം. وَوَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا. വേദക്കാരിൽ നിന്ന് അധികം ആളുകളും നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവർക്ക് അവിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ ബാക്കി ഭാഗം. ഇൻഷാ അല്ലാഹ്. حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. ഏതായിരുന്നാലും ഇത് നമ്മൾ ഈ രൂപത്തിൽ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ, അതായത് അഹ്ലുൽ കിതാബിന്റെ സ്വഭാവം നമ്മളിൽ വന്നു ചേരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും ലഭ്യമാകുന്ന വിജ്ഞാനങ്ങൾ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ളതാണെന്നും അത് പരലോകത്ത് നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നും ഉള്ള ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു പ്രവാചകൻ അനുസരിക്കുന്നു അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥത്തെ അനുസരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു അനുസരണത്തിന് വേണ്ടിയുള്ള അനുസരണമല്ല. ആർ അനുസരിക്കപ്പെടുന്നുവോ ആ അനുസരിക്കപ്പെടുന്ന ആൾക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ അനുസരിക്കുന്ന ആളുകൾക്ക്, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുകയും അതോടൊപ്പം ശിക്ഷയിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളെല്ലാവരും പ്രവർത്തിക്കുക, കൂടുതൽ അമലുകൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തോടുകൂടി മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുൽ കിതാബിൻ്റെതായി വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ദോഷങ്ങളും ദൂഷ്യങ്ങളും എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.